Hi students, welcome to lesson 5.07 in professional business skills. In this chapter as well as the next chapter, we'll try to understand the need for digital marketing. ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യകത എന്താണ്? ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലുമായി നമ്മൾ അറിയാൻ ശ്രമിക്കുക. ആദ്യത്തേത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പോയിന്റാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ വലിയ സ്ഥാപനങ്ങൾക്കായാലും ചെറിയ സ്ഥാപനങ്ങൾക്കായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരേ അവസരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് നിങ്ങളൊരു വലിയ സ്ഥാപനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് മികച്ച രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നോ ഒരു ചെറിയ സ്ഥാപനമായതുകൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ചുരുങ്ങിയ രീതിയിലേ ചെയ്യാൻ സാധിക്കുമെന്നോ ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ വലിയ സ്ഥാപനമായാലും ചെറിയ സ്ഥാപനമായാലും അത് സെയിമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് എത്ര തവണ കൂടുതൽ ചെയ്യാമെന്നോ അതല്ലെങ്കിൽ അല്പം കൂടെ ഒരു ആകർഷണം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൊണ്ടുവരുത്താമോ എന്നുള്ളതിലുപരി ഒരു വലിയ സ്ഥാപനത്തിന് വളരെ അധികം അഡ്വാൻറ്റേജോ ഒരു ചെറിയ സ്ഥാപനത്തിന് വളരെയധികം ഡിസഡ്വാൻറ്റേജോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫർ ചെയ്യുന്നില്ല. ഒരു വലിയ സ്ഥാപനം ആയതുകൊണ്ട് അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നും ഒരു ചെറിയ സ്ഥാപനം ആയതുകൊണ്ട് അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീരെ ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയും ഇല്ല എന്ന് ചുരുക്കം. നമുക്കറിയാം ഒരുപാട് ചെറിയ സ്ഥാപനങ്ങൾ പോലും വളരെ വലിയ നിലയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പുറത്ത് മാത്രം എത്തിയിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഓയോ റൂംസ് എന്ന് പറയുന്ന സ്ഥാപനം അല്ലേ, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടൽ റൂമുകളുടെ കൺട്രോള് ഓയോ റൂംസിനാണ്. എത്രയോ വലിയ ഹോട്ടൽ ചെയിനുകൾ ലോകത്തെമ്പാടുമുണ്ട്. പക്ഷെ ലോകത്തെ ഏറ്റവും അധികം ഹോട്ടൽ റൂമുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നത് ഓയോ റൂംസ് ആണ്. പൂർണ്ണമായും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം. അപ്പൊ ഈ രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ സ്ഥാപനങ്ങൾക്ക് വലിയ സ്ഥാപനങ്ങളുടെ ഒപ്പം എത്താനുള്ള ഒരു അവസരം, അതല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്കും വലിയ സ്ഥാപനങ്ങൾക്കും ഒരേപോലെ അവസരങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വൈഡർ റീച്ച്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധം ലോകത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കസ്റ്റമേഴ്സിനെ നേടാൻ സാധിക്കും. നമുക്കത് പലപ്പോഴും മനസ്സിലായിട്ടുള്ള പല ഡിസ്കഷനിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ലോകമെമ്പാടും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കെ തന്നെ ഓരോ പ്രദേശത്തെയും കസ്റ്റമേഴ്സിന്റെ താല്പര്യങ്ങൾക്കും രുചികൾക്കും അവരുടെ ഭാഷയിലും അവർക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കാനുള്ള ലോക്കലൈസേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. നമ്മൾക്ക് ഓഡിയൻസ് ഗ്ലോബൽ ഓഡിയൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ റീച്ച് കിട്ടുന്നു. അതേസമയം കണ്ടന്റ് കൊണ്ടും നമ്മളുടെ താല്പര്യങ്ങൾ കസ്റ്റമർക്ക് അനുസരിച്ച് കൊടുക്കാനുള്ള കഴിവ് കൊണ്ടും നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് ലോക്കലൈസേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോസിബിൾ ആണ്. ഇതാണ് വൈഡർ റീച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡിജിറ്റൽ കൺസ്യൂമേഴ്സ്. ഇവിടെ കൺസ്യൂമേഴ്സിന്റെ സ്വഭാവം മാറിയതിന്റെ ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് കൺസ്യൂമേഴ്സ് എല്ലാവരും ഡിജിറ്റൽ കൺസ്യൂമേഴ്സായി മാറിയിരിക്കുന്നു. നമ്മളെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ സർവീസ് കിട്ടാനോ ആണെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയം തോന്നിയാൽ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങളായാലും നമ്മൾ ഉടനെ ആശ്രയിക്കുന്നത് ഡിജിറ്റൽ മീഡിയയാണ്. നമുക്കൊരു വിഷയത്തിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം, ഒരു വാക്കിന്റെ അർത്ഥം അറിയണം, ഒരു പ്രൊഡക്റ്റിന്റെ വില അറിയണം, ഒരു അപ്പററ്റസ് എങ്ങനെയാണ് തുറക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നറിയണം. ഏത് കാര്യത്തിനും ഡിജിറ്റൽ സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയധികം നമ്മൾ ഡിജിറ്റൽ മീഡിയയെ അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മീഡിയം ഒഴിവാക്കിയിട്ടൊരു മാർക്കറ്റിംഗ് പോസിബിൾ ആകില്ല. കാരണം അത്രയധികം സമയവും അത്രയധികം ഓപ്പർച്യൂണിറ്റിയും ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സിന് ഡിജിറ്റൽ മാധ്യമം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നു. കസ്റ്റമേഴ്സിന് നമ്മളുടെ പ്രൊഡക്ട്സും മറ്റു പ്രൊഡക്ട്സും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. പുതിയ അറൈവൽസിനെ കുറിച്ച്, പുതിയ ഓഫേഴ്സിനെ കുറിച്ച്, സ്കീമുകളെ കുറിച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻഫോം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമേഴ്സ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് കൂടുതൽ കസ്റ്റമേഴ്സും പല രീതിയിൽ നമ്മളോട് ഇടപഴകാൻ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഇത്തരം കസ്റ്റമേഴ്സ് ആണ് അധികം ലോകത്തിൽ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തേ പറ്റും. കാരണം കസ്റ്റമേഴ്സ് എല്ലാം ഡിജിറ്റൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിയർ ആകാതെ രക്ഷയില്ല. കസ്റ്റമർ എവിടെയോ അവിടെ നമ്മൾ എത്തണം. കസ്റ്റമർ ഏത് മീഡിയ യൂസ് ചെയ്യുന്നോ അവിടെ നമ്മൾ സന്നിഹിതരായിരിക്കണം. കസ്റ്റമർ എന്താ ആഗ്രഹിക്കുന്നു അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കസ്റ്റമർക്ക് എന്താണ് താല്പര്യം അതറിഞ്ഞു വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഡിജിറ്റൽ മീഡിയ കൂടിയേ തീരും. ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് ആയതുകൊണ്ട് തന്നെ
മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറേണ്ടത് എത്രയും അത്യാവശ്യമാണ്. അടുത്തത് എൻഹാൻസസ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ അനുയോജ്യമാണ്. കാരണം കസ്റ്റമർക്ക് എൻഗേജിങ് ആയ രീതിയിൽ, കസ്റ്റമർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ സഹായിക്കുന്നു. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഒരു കൺസിഡറേഷൻ സെറ്റ്, അതായത് കസ്റ്റമർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നമ്മളെ കൂടി കൺസിഡർ ചെയ്യുന്നു. പല ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുന്നതിനാണ് കൺസിഡറേഷൻ സെറ്റ് എന്ന് പറയുന്നത്. കസ്റ്റമർ പല ബ്രാൻഡുകൾ പരിഗണിക്കുന്നു. ആ പരിഗണിക്കുന്ന ബ്രാൻഡിലേക്ക് നമ്മൾ കൂടെ കയറി ചെല്ലണമെങ്കിൽ കസ്റ്റമർക്ക് താല്പര്യമാകുന്ന പ്രൊഡക്ട്സ് സർവീസസ് നമുക്ക് ഉണ്ടാകണം. കസ്റ്റമർക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ അവ നമുക്ക് കസ്റ്റമറോട് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. കസ്റ്റമറായിട്ട് നമുക്ക് അടുത്ത രീതിയിൽ ഇടപഴകാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ കൺസിഡറേഷൻ കയറി പറ്റും. കസ്റ്റമറുടെ കൺസിഡറേഷൻ കയറി പറ്റിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കയ്യിലുണ്ട് എന്ന് കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ നമ്മളെ തിരഞ്ഞെടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ, നമ്മളെ കസ്റ്റമർ ചൂസ് ചെയ്തു, കൺസിഡറേഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ നമ്മളെ ചൂസ് ചെയ്തു, നമ്മൾ തിരഞ്ഞെടുക്കുന്നു. മറ്റു പലരെയും ഒഴിവാക്കി കസ്റ്റമർ നമ്മളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾക്ക് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കസ്റ്റമറുടെ ഭാഗമായി. അടുത്തൊരവസരത്തിലും ഇതുപോലത്തെ ഒരു പർച്ചേസിംഗ് നടത്തുമ്പോൾ കസ്റ്റമറുടെ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്കായിരിക്കും. അപ്പൊ നമ്മൾ കസ്റ്റമറുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെ നമ്മൾ കസ്റ്റമറുടെ ഒരു റിലേഷൻഷിപ്പ്, കസ്റ്റമറുമായി ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നു. ഇതിനെല്ലാം വേണ്ടത് കസ്റ്റമർക്ക് മുന്നിൽ നമ്മൾ ഹൈലി വിസിബിൾ ആയിരിക്കണം. നമ്മുടെ ബ്രാൻഡ് എപ്പോഴും കസ്റ്റമറുടെ മുന്നിൽ അവൈലബിൾ, വിസിബിൾ ആയിരിക്കണം. കസ്റ്റമറെ ഡിലൈറ്റ് ചെയ്യാൻ, കസ്റ്റമറെ ആഹ്ലാദിപ്പിക്കാൻ നമ്മുടെ ബ്രാൻഡിന് സാധിക്കണം. അങ്ങനെ നിരന്തരമായി കസ്റ്റമറോട് ഇടപഴകുന്നതിലൂടെ നമ്മുടെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ബ്രാൻഡ് വളരെ റെപ്യൂട്ടഡ് ആയി ഒരു ബ്രാൻഡായി കസ്റ്റമറുടെ ധാരണയിൽ ചെന്നത്. അപ്പൊ ഇതിനാണ് ക്രിയേറ്റിംഗ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആദ്യ 4 പോയിന്റ്സ്. ഏതാനും പോയിന്റ്സ് കൂടി, ഒരു 4-5 പോയിന്റ്സ് കൂടി നമുക്ക് പാർട്ട് ബിയിൽ നമുക്ക് കാണാം. Until we meet up for that, goodbye and thanks.